ഹലോ, നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. കപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കപ്പയും മസാലയൊക്കെ ഇട്ട് നമ്മളൊരു തട്ടിക്കൂട്ട് സാധനം. ഇത് നമ്മൾ രാവിലെ ചുമ്മാ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കണത്. നമ്മൾ നല്ല നാടൻ കപ്പ നോക്കി കഴുകി നല്ല കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മളെ ഒരു പൊട്ടിപ്പൊടിയാറായ കുക്കറിലേക്ക് ഇട്ട് കുറേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങ് വിസിലടിപ്പിക്കുകയാണ്. അതിന് നമ്മൾ നല്ല അടിപൊളി നമ്മുടെ സ്വന്തം അമ്മേനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അമ്മ അത് നല്ല കപ്പയൊക്കെ വാരിയിട്ട് കുറേ കാടിവെള്ളം പോലത്തെ വെള്ളവും കൊണ്ടുവന്ന് വെച്ച് ഇതിലേക്ക് കുറേ ഉപ്പും ഒക്കെ ഇടുന്നുണ്ട്. ഉപ്പും ഒക്കെ തീരാറായ കാരണം അമ്മ ചിരണ്ടിയാണ് ഇടുന്നത്. അവിടം വരെ എത്തിയില്ല. അമ്മ ഇപ്പോഴാണ് ശരിക്കും ഉപ്പിടാൻ തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ ആ സാധനം ചാമ്പി വെച്ചു. ഇത് ചിരണ്ടി അമ്മ ഉപ്പിടുന്നുണ്ട്. കുറേ മഞ്ഞപ്പൊടിയായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ടിന്നായ കാരണം നമ്മൾ ലുക്ക് ഉണ്ടാവാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വച്ചേക്കുന്നത്. മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പറിച്ചിട്ട് അത്രേ ഉള്ളൂ. നന്നാവുന്ന ദൈവനമ്പരാനാണ് അറിയുള്ളൂ നന്നാവുമെന്ന്. കാരണം നമ്മൾ വീഡിയോ എടുക്കണം എന്ത് ചെയ്താലും അത് ഒഴിവാക്കുന്നവർ. വീണ്ടും അമ്മ കാടിവെള്ളം പോലത്തെ വെള്ളം എടുത്ത് വീണ്ടും ചാമ്പി കുക്കറടയ്ക്കാൻ പോവാണ്. കുക്കർ തന്നെയാണ് എന്തോ അടയ്ക്കാത്തത്. അമ്മയുടെ ഞാൻ വന്ന് അടയ്ക്കാൻ പറഞ്ഞിട്ട് അമ്മയായിട്ട് അടിക്കാനില്ല. അമ്മത് വീണ്ടും ആ കാടിവെള്ളം പോലത്തെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് കുക്കറിലെടുത്ത് വയ്ക്കാൻ പോവാണ്. നമ്മൾ കുക്കറെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ LPG ഗ്യാസ് കത്തിക്കാൻ ഒരു നല്ല ചാമ്പി കത്തിച്ചാണ്ട് തുരുമ്പൊടിച്ചാറിന് പൊട്ടിത്തെറിക്കായിരുന്നു. നന്നായി കത്തിച്ചെന്ന് വെച്ചിട്ടുണ്ട്. അടപ്പ് ദൈവം നമ്പരാൻ കൊണ്ടുവന്ന് വയ്ക്കുമെന്ന് അറിയില്ല. അമ്മ വെച്ചിട്ടില്ല എത്ര നേരമായിട്ട്. അത് ഇപ്പോഴാണ് കൊണ്ടുവന്ന് വെച്ചേക്കണത്. നമ്മളത് ക്ലിപ്പൊക്കെ ഇട്ടത് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഒരു മൂല കടിച്ച സവാളയും ഒക്കെ വറക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞിട്ട് കാണാം. നല്ല വേപ്പലൊക്കെ ഉണ്ട്. അരി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞത് ഞാനാണ്. ഇനി വേപ്പലേനെ കാണാനില്ല, വേപ്പല അപ്പുറയാണ്. നമ്മൾ ചിരണ്ടി എടുത്ത ടിന്നാണ് ഇതായി കാണുന്നത്. നമ്മളൊരു ചേരുവോ ഇതിനെന്നാ പറയണമെന്ന് ദൈവം നമ്പരെന്നറിയാം. അതിലേക്ക് നമ്മൾ സാധനം അതിലേക്ക് തീയിട്ടിട്ട് വെളിച്ചെണ്ണ തീർന്ന കാരണം നെയ്യ് എടുത്തിടുവാണ്. നെയ്യ് വാ നല്ല അടിപൊളി നെയ്യ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണോ നോക്കാൻ മറന്നുപോയി. നമ്മൾ നെയ്യൊക്കെ ഇട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതുണ്ടാക്കുമ്പോൾ ആരും വെളിച്ചെണ്ണ ഒഴിക്കരുത്, നെയ്യിൽ മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം വെറുതെ പറഞ്ഞാണ്. വെളിച്ചെണ്ണ തീർന്ന കാരണം നെയ്യ് വെച്ചെന്ന്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകം ഇട്ടുകൊടുക്കും. കടുക് ഇട്ടുകൊടുക്കുന്ന സമയമായില്ല, നമ്മൾ നേരത്തെ പറയുകയാണ്. എല്ലാവരും എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കണ്ട, അതിനുവേണ്ടി പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ കടുക് എടുക്കണതിൻ്റെ ഇടയ്ക്കയിലാണ് ഞാനിപ്പോൾ ഇത് അവിടെ കൊണ്ടുവന്നിട്ടാണ്. എല്ലാവരും മറ്റേ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ അവിടെ സൈഡ് വയ്ക്കും. നമ്മൾ കടുക് തപ്പി കണ്ടുപിടിച്ചിട്ട് നമ്മൾ കടുക് ഇട്ടുണ്ട്. കടുക് പൊട്ടണ വരെ നമുക്ക് നോക്കിയേക്കാം. പൊട്ടി അണ്ണാക്കിലും കണ്ണിലും പോകാതെ നോക്കുക. പൂത്ത കടുകൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടി അണ്ണാക്കിലും മൂക്കിലും ഒട്ടിയിരിക്കും. പിന്നീട് ഭാവിയിൽ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഇളക്കി കടുക് പൊട്ടിക്കുമ്പോഴേക്കും നമ്മുടെ കപ്പാപ്പുറത്തതിൻ്റെ ചീഞ്ഞ് കൊടുത്തത് ഒലിച്ചു വരുന്നു. കുക്കർ വിസിലടിച്ചത് നമ്മുടെ മഞ്ഞപ്പൊടി ഫുള്ള് ഒലിച്ചത് അടുപ്പ് ഗ്യാസ് സ്റ്റൗവിൽ ചാടിയുണ്ട്. നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെ നിന്നൊക്കെ ഒരു അടിയും കൊണ്ടിട്ട് വരാം. അപ്പോഴേക്കും അമ്മ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടേ തട്ടി വന്നു. വേപ്പിലേനും മാത്രം കാണാനില്ല. വേപ്പില അടുത്ത് തന്നെ വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിലേക്ക് എന്നതാ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി സെറ്റപ്പ് ആക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മൾ നോക്കിയപ്പോൾ ഇത് സൈഡിൽ വേപ്പില ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി വേപ്പില ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേപ്പില ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇളക്കാൻ തുടങ്ങി. നല്ലവണ്ണം ഇളക്കുക, വരിഞ്ഞു നോക്കുക, കത്താതെ നോക്കുക. വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ഇടിച്ചിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. നമ്മൾ അതിലേക്ക് ആദ്യം നമ്മൾ കൊള്ളില്ലാത്ത ഡപ്പിയിൽ നിന്ന് മാറ്റി വെച്ച മഞ്ഞൾപ്പൊടിയും പിന്നെ ചിരണ്ടി എടുത്ത് ഉപ്പ് നമ്മൾ ഇടുക. അതായത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരുപാട് നമ്മൾ വഴത്താതെ ഒന്ന് ഒരു ബ്രൗൺ കളറാവണ വരെ അരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രൗൺ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വാരി എടുക്കുക. പിന്നെ നമ്മൾ കുറേ ചിക്കൻ മസാലയും ഇടുക. മസാലയൊക്കെ കുറച്ച് അധികം ചിക്കൻ മസാല കുറച്ച് അധികം അതിന് വെച്ചും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് കൂടുള്ളൂ. മഞ്ഞൾപ്പൊടി അധികം ആക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ചിക്കൻ മസാല ഇട്ട് ഇളക്കുമ്പോൾ നമ്മൾ കളറിന് ആവശ്യമുള്ള ചിക്കൻ മസാല ഇടുക. ഇതൊക്കെ ആവശ്യത്തിനായിട്ട് ഇടാൻ പാടുള്ളൂ, നമ്മൾ കാണിക്കാൻ ഇടരുത്. പിന്നെ നമ്മൾ കപ്പയുടെ വെള്ളം വാർന്ന് നമുക്ക് വെള്ളം കളയുകയാണ്. നമ്മൾ
നല്ലവണ്ണം മഞ്ഞ കളറായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കപ്പ. സീരിയസ് കപ്പ നല്ല മഞ്ഞ കളറായിട്ടുണ്ടാവും. നല്ല വെന്ത കപ്പയാണ്. ഞാൻ കുത്തി ഒരെണ്ണം കഴിച്ച് വെച്ചായിരുന്നു. വായിച്ചൊരു പുറകിലും കിട്ടി. നമ്മളിങ്ങനെ ഇളക്കി വെച്ചെടുത്ത് നമ്മൾ കപ്പ ഇടും. കപ്പ ഇട്ടിട്ട് വീണ്ടും ആദ്യം കണ്ട പോലത്തെ കാടിവെള്ളം പോലത്തെ വെള്ളം പൊക്കിക്കൊണ്ട് വരികയാണ്. ഇതിനകത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള അധികം വേവരുത്, എന്നാലാണ് കഴിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുള്ളൂ. സവാള വേവാതെ നമ്മൾ അധികം വേവാതെ എടുക്കണം. അതിനുള്ള നമ്മൾ കപ്പ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ല കടുകൊക്കെ മുകളിൽ വരാൻ പറ്റും. നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് ആദ്യം നമ്മൾ കപ്പ പുഴുങ്ങിയ വെള്ളമായ കാരണം കാടിവെള്ളം പോലെ ഇരുന്നത്. പക്ഷേ ഈ തവണ നമ്മൾ നല്ല വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലവും ഒരുപോലെ മിക്സായിട്ട് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലവണ്ണം ഇളക്കുക. ചിക്കൻ മസാല അന്നേരം നോക്കിയപ്പോൾ ഒരു കളറില്ലെങ്കിൽ കുറച്ചും കൂടി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ തവി വെച്ചൊന്ന് കുത്തി അടച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. നല്ലവണ്ണം കുത്തി അടയ്ക്കുക. അതിന് നല്ലവണ്ണം കുത്തി അടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം മൂട്ടി വയ്ക്കുകയാണെങ്കിൽ വെക്കുന്ന വേവും. കപ്പ വേവിക്കുമ്പോൾ 2 വിസിലടിച്ച് നല്ലവണ്ണം വെന്ത് കിട്ടണം. ഉടയാത്ത കപ്പയാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല. നല്ല ഉടഞ്ഞ കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കുറച്ച് മേലിക്കോട്ട് ചിക്കൻ മസാല ഇട്ട് ഒന്നുകൂടി കുത്തി അടച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ പ്ലേറ്റിലിട്ട് നക്ക് കഴിക്കാം. ഇപ്പോൾ പ്ലേറ്റിലെടുത്ത് കഴിക്കാൻ പോവുകയാണ്. ഒരു സ്പൂൺ എടുക്കട്ടെ. എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കഴിച്ചു നോക്കാം. ചൂടാണ് ഗൈസ്. ആദ്യം ഒന്ന് പൊള്ളിപ്പോയെങ്കിലും പിന്നെ ടേസ്റ്റ് ഉണ്ട്.